ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു ഹെയർ കെയർ റൊട്ടീനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുപാട് നമ്മുടെ സ്കിൻ കെയറിനും ഹെയർ കെയറിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ. അപ്പോൾ നേരെ പറമ്പിലേക്ക് കയറി കുറേ നാളായി പേരയിലൊക്കെ ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഈ മുകളിൽ കയറിയപ്പം അത് കുറേ ഹൈറ്റിലായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ മുറ്റത്ത് തന്നെ ഒരു ചെറിയ പേര നിൽപ്പുണ്ട്. അതിൽ നിന്ന് ഞാൻ പേരയിലേക്ക് പൊട്ടിച്ചെടുത്തു. ഇളവില നോക്കിയെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി ഇളവില നമുക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇപ്പോൾ ഇല പൊടിയുന്ന സമയമായതുകൊണ്ട് പഴുത്ത ഇലകളും മൂത്ത ഇലകളൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇല ഉണ്ടായി വരണം ഇനി. അപ്പം ഉണ്ടായി നിൽക്കുന്നതും ഒക്കെ നോക്കി നന്നായിട്ടുള്ള ഇല നമ്മൾ വൃത്തിയായിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതേ ഞാനിവിടെ കുറേ ഇല ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കുഞ്ഞാണ് കേട്ടോ എനിക്ക് ഷൂട്ട് ചെയ്ത് തരുന്നത്, അതുകൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ കിട്ടാണ്ടിരിക്കണതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു ചാറ്റമഴ പെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും പേരയില പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഭയങ്കര എന്താ പറയുക, നമ്മുടെ ഹെയറിന് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ് പേരയില എന്ന് പറയുന്നത്. മുടിയുടെ നരപ്പ്, അതായത് വെളുക്കണത് മാറാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും കൊഴിച്ചിൽ മാറാനും അതുപോലെ താരൻ മാറാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പേരയിലയ്ക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഈ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ഷുഗർ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് നല്ല കുറവുണ്ടാവും ഈ ഒരു പേരയില വെള്ളം ഉപയോഗിക്കുന്നതിലൂടെ. അങ്ങനെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഹെൽപ്ഫുള്ളായിട്ടുള്ള സാധനമാണ് പേരയില. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ കുഞ്ഞായിട്ട് മുറിച്ചിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചു. അതിന് ശേഷം തിളപ്പിച്ചതിന് ശേഷം നമ്മളൊന്ന് സിമ്മിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് കൂടെ ജസ്റ്റ് ഒന്ന് വെച്ചേക്കുക. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി നമുക്ക് കിട്ടും. എന്നിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്കിതുപോലെ തലമുടിയിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ മുടിയിൽ കെട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവണം. എന്തൊരു പാക്കിട്ടാലും അല്ലെങ്കിൽ നമ്മളിങ്ങനെ വലിച്ച് മുടി പൊട്ടിപ്പോകാനൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതേ നമ്മൾ കുളിക്കണതിന് മുമ്പായിട്ട് നമ്മളിതൊരു 15-20 മിനിറ്റ് മുമ്പ് നമ്മൾ തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. അതുപോലെ തന്നെ ഒരുപാട് ടിപ്സും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ നമ്മൾ മുൻപും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പേരയിലയുടെ ഒക്കെ ഒരുപാട് ഹെയർ കെയർ ടിപ്സ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി നമ്മളിത് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ മാത്രം ചെയ്യുന്നതല്ല ഇത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ സ്കിന്നിനും ഹെയറിനും ഒക്കെ വേണ്ടിയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. വീക്കിലി 1 എന്താ പറയുക ടിപ്സ് എങ്കിലും നമ്മൾ സ്കിന്നിനും ഹെയറിനും ഒക്കെ ആയിട്ട് ചെയ്തു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇതിനായിട്ട് ഒരു സമയം കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറും സ്കിന്നും ശ്രദ്ധിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പുതിയൊരു നല്ലൊരു ടിപ്സും അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. താങ്ക് യു സോ മച്ച്. ടാറ്റ ബൈ ബൈ.